എന്റെ ആത്മാവ് എല്ലായ്പ്പോഴും നിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹത്താൽ സമ്പൂർണ്ണമായി ഉപഭോഗിക്കപ്പെടുന്നു. 2026 മാർച്ച് 8 ഞായർ. ഇന്നത്തെ ഉദയോന്നായി നമ്മുടെ ധ്യാനത്തിന് ശഹീയനായ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 15 വാക്യം 10 തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു ജനങ്ങളെ സ്വയം വിളിച്ചുകൂട്ടി അവർക്ക് പറഞ്ഞു, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സുപ്രഭാതം സുഹൃത്തുക്കളെ. നമ്മൾ കേൾക്കേണ്ടതുണ്ട്, പക്ഷേ അതിനേക്കാൾ പ്രധാനം നമ്മൾ കേൾക്കുന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഈ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. യേശു ക്രിസ്തു എപ്പോഴും തന്റെ ശിഷ്യന്മാർക്ക് ജീവിതത്തെക്കുറിച്ച്, അതിന്റെ അർത്ഥത്തെക്കുറിച്ചും നമ്മുടെ ഉദ്ദേശ്യങ്ങൾക്ക് പഠിപ്പിച്ചു. പക്ഷേ ഫരിസ്യന്മാർ യേശുവിനെ എപ്പോഴും ചോദ്യം ചെയ്തിരുന്നു, അവന്റെ ഉപദേശങ്ങളോ സുഖാരോഗ്യം നൽകുന്ന പ്രവൃത്തികളോ ജനങ്ങളോടൊപ്പമുള്ള അവന്റെ സഹവാസമോ. അവൻ പാപികളോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ അവർ യേശുവിനെ പാപികളുടെ സുഹൃത്ത് എന്നു വിളിച്ചു. അവൻ അധികാരത്തോടെ സംസാരിച്ചതിനാൽ അവർ യേശുവിനെ ചോദ്യം ചെയ്തു. അവർ എപ്പോഴും യേശുവിനെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു, അത് മോശയുടെ ന്യായപ്രമാണം പാലിക്കുമോ എന്ന്. ഈ സമയത്ത് യേശു പാരമ്പര്യങ്ങളെയും കൽപ്പനകളെയും സംസാരിച്ചു. അവൻ ഒരാളനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളാണോ അതോ ഉള്ളിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണോ എന്ന് സംസാരിച്ചു. ഇതിനു മുമ്പ് യേശു അവരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. യേശുവിന്റെ ചുറ്റും ജനങ്ങൾ അവൻ പറയുന്നത് കേൾക്കാൻ വരും. യേശു രാജ്യത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന മഹാന്മാര കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട പലരും ഉണ്ടായിരുന്നു. പക്ഷേ പലരും യേശു പറയാൻ ശ്രമിക്കുന്നത് മാത്രം കേൾക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തു. യേശു തന്റെ ജനങ്ങൾ അവൻ പറയുന്നത് കേൾക്കുക മാത്രമല്ല, അവൻ സംസാരിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ പലരും വചനം കേൾക്കുന്ന ശീലമുണ്ട്, പക്ഷേ അത് കൃത്യമായി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നാം ചെയ്യുന്നില്ല. അതിനാൽ നമ്മൾ കേൾക്കുക മാത്രമല്ല, മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ വചനം സ്വീകരിക്കുന്നു, അങ്ങനെ നമ്മൾ കേൾക്കുന്നത് ചെയ്യുന്നു. പ്രാർത്ഥന. കൃപാപൂർണമായ ദൈവമേ, നമ്മുടെ സ്വർഗീയ പിതാവേ, എല്ലാ ആശീർവാദങ്ങൾക്കും നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ പ്രഭുവേ, കേൾക്കുന്നവർ മാത്രമല്ല, മനസ്സിലാക്കി ചെയ്യുന്നവരുമാകാൻ. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമൻ.